ഇറാനിൽ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കി പുതിയ ഭരണ സംവിധാനത്തെ അധികാരത്തിലേറ്റുക എന്നുള്ളതാണ്. അതിനു മുൻപ് ഇസ്ലാമിക വിപ്ലവം 1979 ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരിക്കുന്ന ഷാ വിഭാഗത്തിൻ്റെ ബന്ധുക്കളുമായി ഈ വിഷയത്തെക്കുറിച്ച് രഹസ്യമായിരിക്കുന്ന ചർച്ച ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പലവട്ടം നടത്തിയിട്ടുണ്ട്. ഏറെക്കുറെ അവർ അതിന് സമ്മതം നൽകി. കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മുൻപുള്ള ഭരണാധികാരികളുടെ ബന്ധുക്കൾ അതിന് സമ്മതിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ അവിടെ പ്രതിപക്ഷ നിര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടു. അവർ മാത്രമല്ല, ഇസ്രായേലും പരാജയപ്പെട്ടു. ഇസ്രായേലിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയത്തിൽ അവിടെ ഇടപെടുന്നുണ്ട്. ഒരുപാട് ചാരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലും സൈനികർക്കിടയിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഒക്കെ ഇസ്രായേലിൻ്റെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഇറാന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം ജനകീയപരമായിരിക്കുന്ന ഒരു പ്രതിപക്ഷ സംവിധാനം ഉണ്ടാവുക, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഭരണമാറ്റത്തിന് വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. എന്നാൽ അത്തരം ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ അവിടെ നടന്നിരിക്കുന്ന കൂറ്റൻ പ്രകടനം ആ കാര്യം വിളിച്ചോതുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സർക്കാരിന് പിന്തുണ, ഇസ്രായേൽ നശിക്കട്ടെ, ഇസ്രായേൽ നരകമുണ്ടാവട്ടെ എന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് ഈ യുദ്ധം നടക്കുന്ന ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ പ്രകടനം നടത്തിയത്. സർവ്വ മേഖലയിലും ആ പ്രകടനം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ സർക്കാരിന് അവർ വാഗ്ദാനം നൽകുകയും ചെയ്തു. ജീവൻ നൽകിക്കൊണ്ട് രാജ്യത്തെയും അഭിമാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന എല്ലാ ശ്രമത്തിനും തങ്ങൾ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദമോ എതിർ ശബ്ദമോ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രതിപക്ഷം ഏറെക്കുറെ സജീവമായിരിക്കുന്ന ഒരു മേഖലയാണ് ഇറാൻ എന്ന് പറഞ്ഞത്. കാരണം ഇറാൻ ജനാധിപത്യ രാജ്യമാണ്, പ്രതിപക്ഷങ്ങൾ ഉണ്ടാവാറുണ്ട്, തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്, എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇത് ഇസ്രായേലിനെ അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നടക്കാത്തൊരു വിഷയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ മറ്റൊരു വിഷയം പുറത്തു വരുന്നത്, വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇസ്രായേൽ രഹസ്യമായി അമേരിക്കയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നു. ജനകീയപരമായിരിക്കുന്ന ഒരു പ്രക്ഷോഭം രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. കാര്യം ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന യുദ്ധമാണ്. അവരിങ്ങോട്ട് ആക്രമിച്ചതല്ല, നമ്മൾ കയറിയിട്ട് അങ്ങോട്ട് ആക്രമിച്ചതാണ്. ഗസ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറഞ്ഞു നിൽക്കുന്നത് തന്നെ ഞങ്ങളല്ല തുടങ്ങിയത്, ഗസക്കാരാണ് തുടങ്ങിയത്, ഹമാസാണ് ഞങ്ങളെ ആക്രമിച്ചത്, അതിനുള്ള പ്രതിരോധം ഉണ്ടാക്കുകയും തിരിച്ചടിയുമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ അത് ന്യായമുണ്ട്. പല ഘട്ടത്തിലുള്ള വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം പറയാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം തങ്ങൾക്കുണ്ടായത് ഈ ഒരു വിഷയമാണ് എന്ന് ഖത്തർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈജിപ്ത് നടന്നതും ഖത്തറിൽ നടന്നതൊക്കെ പല രീതിയിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ ഈ വിഷയങ്ങൾ ഇസ്രായേൽ ആവർത്തിച്ച് പറയാറുള്ളത്, ഇത് തുടങ്ങി ഞങ്ങളല്ല, ഇത് അവർ തുടങ്ങിയതാണ്, ഞങ്ങളതിന് പ്രതിരോധം ഉണ്ടാക്കിയതാണ്, തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്നതിനാൽ ആ പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ പോലെ മധ്യസ്ഥർ വഹിക്കുന്നവർ പോലും കുടുങ്ങിപ്പോണ സ്ഥിതിയാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാൻ തുടങ്ങി വെച്ച യുദ്ധമല്ല, ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചതാണ്. അത് എന്തിനു വേണ്ടി? ആണവായുധം ഉണ്ട് എന്ന് സംശയിക്കുന്നതിനാൽ അതില്ലാതാക്കാൻ വേണ്ടി മറ്റൊരു ആയുധം ഉള്ള രാജ്യം അതിനെ ആക്രമിക്കുന്നു. ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. 30-ലധികം ആണവായുധം, 30 മുതൽ 100 വരെ ആണവായുധം ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് ഔദ്യോഗികമായിരിക്കുന്ന കണക്കുകളൊക്കെ പുറത്തു വരുന്നത്. എന്നാൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി ഒരു രേഖയിലും കാണാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല. ഇസ്രായേൽ ഏതെങ്കിലും ആണവ പരീക്ഷണം നടത്തപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്, പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിജീവിച്ചതാണ്. എന്നാൽ ഇസ്രായേൽ അത്തരം ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടില്ലെങ്കിലും ആണവായുധ രാജ്യമായിട്ട് ലോകം അത് അംഗീകരിച്ചതാണ്. അത് അംഗീകരിച്ചിരിക്കുന്ന രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിച്ചു ആണവായുധം ഇല്ലാതാക്കാൻ എന്ന് പറയുന്നത് ഒരു ന്യായവുമില്ല എന്ന് പറയുന്നിടത്ത് ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ വിയർത്തു പോകുന്നു. മാത്രമല്ല, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് ഏറെക്കുറെ ഗുണപരമായിരിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് രഹസ്യ സംഭാഷണത്തിലൂടെയോ മറ്റോ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
അതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഏറെക്കുറെ വെടിനിർത്തൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അനിയന്ത്രിതമായ രീതിയിൽ ഇറാനെ വിട്ടു കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ ഇല്ലാതായിപ്പോകും. ആ രീതിയിലുള്ള ആക്രമണമാണ് പ്രതിരോധം തകർന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ അയൺ ഡ്രോം പോലെയുള്ള ഈ പ്രതിരോധ സംവിധാനം ഒരു മിസൈൽ തകർക്കാനുള്ള സാമ്പത്തികം നോക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് വിടുന്ന മിസൈലിൻ്റെ ഏകദേശം 100 ഇരട്ടി കൂടുതൽ എന്നുള്ളതാണ്. $100 ഒരു മിസൈലിന് ചിലവ് എങ്കിൽ $1,00,000 തുല്യമായിരിക്കുന്ന സംഖ്യയെങ്കിലും വരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു 100 ഇരട്ടി 80 ഇരട്ടി അങ്ങനെയൊക്കെ പറയുന്ന വ്യത്യസ്ത കണക്കുകളാണ്. അപ്പോൾ 10 മടങ്ങ് സാമ്പത്തികം മുടക്കിയിട്ടാണ് ഒരു മിസൈലിനെ ഈ പ്രതിരോധ സംവിധാനം തകർക്കുന്നത്. അങ്ങനെ നിരന്തരം മിസൈൽ തകർക്കുന്ന സമയത്ത് സാമ്പത്തികപരമായ രീതിയിൽ രാജ്യം തന്നെ മൂക്ക് കുത്തി വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാൽ അത് നേരിട്ട് രാജ്യത്തിലേക്ക് വീഴുകയാണെങ്കിലും അതിനേക്കാളും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പരമാവധി ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക, ഇറാനിൽ പരമാവധി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വെടിനിർത്തൽ വന്നാൽ നമുക്ക് വലിയ ഖേദമൊന്നുമില്ല എന്ന രീതിയിലാണ്. എന്നാൽ അതിനോട് ഈ സർക്കാർ തലത്തിലുള്ള എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും അതിനോട് സഹകരിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ആക്രമിക്കുന്നതിന് 10 മടങ്ങ് ശക്തിയോടുകൂടി രാജ്യത്തേക്ക് തിരിച്ചടി വരുന്നുണ്ട്. ഈ രാജ്യത്തും വലിയ രീതിയിലുള്ള അപകടങ്ങളും മരണങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയ നിയന്ത്രണം ഉള്ളത് കൊണ്ട് അത് പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്രമിച്ചുകൊണ്ട് തിരിച്ചു വരെ ഗസയെ ആക്രമിക്കുന്ന സമയത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, തിരിച്ചടി വല്ലാതൊന്നും ഉണ്ടാവില്ല. അവർ ബോംബിടുന്നു, പരമാവധി ആൾക്കാർ മരിക്കുന്നു, ആ മരിക്കുന്ന ലിസ്റ്റാക്കുന്നു. എന്നിട്ട് UN സഭയോ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയോ ലോകത്തോട് അത് വിളിച്ചു പറയുന്നു. ലോകം ഇന്നലെയും കേട്ടത് ഇന്നും കേൾക്കുന്നു എന്ന രീതിയിൽ തള്ളപ്പെട്ടു പോകുന്നു. അത്രയേ ഉള്ളൂ. ലെബനാൻ നടന്നതും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇറാനിൽ വരുന്ന സമയത്ത് തിരിച്ചടികൾ രാജ്യത്തിൻ്റെ അകത്തേക്ക് രാജ്യത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, തലസ്ഥാന നഗരി പോലും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ആയിരിക്കുന്നു എന്നുള്ളതും, തലസ്ഥാനത്തെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് എന്നതിനാൽ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും വല്ലാതൊന്നും നീണ്ടുപോകാൻ സാധ്യതയില്ല ഈ യുദ്ധം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം, ഇതിൻ്റെ കാഠിന്യം ഭയങ്കരമാണ്. താങ്ങാൻ പറ്റാത്ത വിധം അക്രമ പരമ്പര തന്നെ ഇസ്രായേലിന് നേരെ വന്നിരിക്കുന്നു എന്നത് ആ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോലും കാരണമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ഒരു കാര്യം അവർ പറയുന്നത്, ഇസ്രായേൽ എന്തിന് ഇറാനെ ആക്രമിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഉത്തരം പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് അവരുടെ പരാജയം അവർ തന്നെ സമ്മതിക്കുന്നത്.